2025 മാതൃദിനത്തിൽ സോഷ്യൽ മീഡിയകളിൽ പോസ്റ്റ് ചെയ്യാനുള്ള വീഡിയോകൾ എടുക്കുന്ന തിരക്കിലായിരുന്നു അമ്മയും 6-7 വയസ്സ് പ്രായമുള്ള മകളും. മുത്തശ്ശനാകട്ടെ ന്യൂസ് കാണുകയാണ്. പെട്ടെന്നാണ് കുട്ടി ചോദിക്കുന്നത്, എന്താണ് തീവ്രവാദം അഥവാ ഭീകരവാദം? ആരാണ് തീവ്രവാദി? അമ്മയൊന്ന് ഞെട്ടി. അമ്മ മാത്രമല്ല, ചുറ്റുമുള്ളവരും. അപ്പോഴാണ് അമ്മ ടിവിയിലെ ഫ്ലാഷ് ന്യൂസ് ശ്രദ്ധിക്കുന്നത്. ജമ്മുവിലെ ഭീകരാക്രമണം, തിരിച്ചടിക്കാൻ സൈന്യം. മകളെ നോക്കി അമ്മ മറുപടി പറഞ്ഞത് ഇങ്ങനെയാണ്: മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നതും വിഷമിപ്പിക്കുന്നതും തെറ്റാണെന്ന് മനസ്സിലാക്കാതെ മറ്റുള്ളവരുടെ ദുഃഖങ്ങളിൽ സന്തോഷിക്കുന്നവരാണ് തീവ്രവാദികൾ. അപ്പോൾ അമ്മേ, ചേച്ചിയുടെ കൂടെ കളിക്കുമ്പോൾ കളിപ്പാട്ടത്തിനായി ഞാൻ ചേച്ചിയെ തല്ലുന്നത് തീവ്രവാദമാണോ? തവണ മറുപടി നൽകിയത് മുത്തശ്ശനാണ്. മോനത് മനസ്സിലായില്ലേ? ചേച്ചിയെ കാരണമില്ലാതെ സ്വന്തം വാശിക്ക് വേണ്ടി വേദനിപ്പിക്കുന്നത് തെറ്റാണെന്ന്. അത് മനസ്സിലാക്കാതെ സോറി പറയാതെ വീണ്ടും വീണ്ടും സ്വാർത്ഥ താല്പര്യങ്ങൾക്കായി മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നവരാണ് തീവ്രവാദികൾ. അതെ, ഇന്നത്തെ ഈ സമൂഹത്തിൽ ഏറ്റവും ശ്രദ്ധ ആകർഷിക്കുന്ന ഒന്നാണ് തീവ്രവാദം. ബാലകൗമാര പ്രായത്തിൽ തന്നെ തീവ്രവാദത്തിനെതിരായ ചിന്തകൾ കുട്ടികളിൽ എത്തിക്കേണ്ടത് മാതാപിതാക്കളുടെ ഉത്തരവാദിത്വമാണ്. സ്വയം ഉത്തരവാദിത്വങ്ങളിൽ നിന്നും മാറി സ്വന്തം തിരക്കുകളും സ്വന്തം ആവശ്യങ്ങളുമായി അവരവരുടെ മുറിയിലേക്ക് ഓരോരുത്തരും ചുരുങ്ങുമ്പോൾ സമൂഹത്തിന് നഷ്ടപ്പെടുന്നത് കുടുംബ ഭദ്രതയാണ്. മനുഷ്യ ജീവിതത്തിലെ സുവർണ കാലഘട്ടമായ യൗവനത്തിന്റെ തിളപ്പിൽ തന്റെ ജീവനും ജീവിതവും നല്ല പ്രവർത്തിക്കായി മാറ്റിവെക്കുവാൻ വേണ്ട ബോധവൽക്കരണവും മെന്റൽ സപ്പോർട്ടുമാണ് യുവാക്കൾക്ക് ഇന്ന് ആവശ്യം. ഇന്ത്യ ചരിത്രത്തിലെ ഒരു കറുത്ത അധ്യായമാണ് 1991 മെയ് 21 ശ്രീ പെരുമ്പത്തൂരിൽ നടന്ന പൊതു തെരഞ്ഞെടുപ്പ് പ്രചാരണം. ഇന്ത്യയുടെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രിയും ഡിജിറ്റൽ ഇന്ത്യയുടെ പിതാവുമായ രാജീവ് ഗാന്ധി തമിഴ് പുലികളാൽ കൊല്ലപ്പെടുന്ന ദിവസം. അതിന്റെ പശ്ചാത്തലത്തിലാണ് ഇന്ത്യയിൽ പിന്നീടുള്ള മെയ് 21 ദേശീയ തീവ്രവാദ അഥവാ ഭീകരവാദ വിരുദ്ധ ദിനമായി ആചരിച്ചു തുടങ്ങിയത്. 17 വയസ്സുള്ള തേൻമൊഴി രാജരത്നം എന്ന ധനുവായിരുന്നു മനുഷ്യ ബോംബായി രാജീവ് ഗാന്ധിയെ കൊലപ്പെടുത്തിയത്. ഓരോ കുട്ടിയുടെയും യൗവന കാലഘട്ടമാണ് ഏത് കാലയളവിലും തീവ്രവാദ പ്രവർത്തനത്തിനായി ദുരുപയോഗം ചെയ്യപ്പെടുന്നത്. ഇത് മനസ്സിലാക്കി കുടുംബവും സമൂഹവും പുതുതലമുറയ്ക്ക് വേണ്ട ബോധവൽക്കരണം നൽകി ഓരോ മനുഷ്യനും നമ്മുടെ അയൽക്കാരാണെന്നും മനസ്സിലാക്കി ഭീകരവാദ പ്രവർത്തനങ്ങളിൽ നിന്ന് മുക്തരാവണം. തോക്കുകൾ കൊണ്ട് തീവ്രവാദികളെ കൊല്ലാം, വിദ്യാഭ്യാസം കൊണ്ട് തീവ്രവാദത്തെ കൊല്ലാമെന്ന മലാല യൂസഫ്സായിയുടെ വാക്കുകൾ കടമെടുത്ത് ആരെയും ഭയക്കാതെ ഓരോ മനുഷ്യനും ഉറങ്ങാൻ സാധിക്കുന്ന ഒരു സമൂഹത്തെ വാർത്തെടുക്കാൻ പുതുതലമുറയ്ക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു.